വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ കേരളം മുഴുവൻ ഭാരതാംബയ്ക്ക് ശേഷം വൻ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഗുരു പൂർണിമയും ഗുരുപൂജയുമാണ്. എന്താണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ സാധാരണയായി, അതായത് എല്ലാവരും സാധാരണയായി അനുഷ്ഠിച്ചു പോരുന്ന ചില കാര്യങ്ങളൊക്കെ പൊടുന്നനെ നമുക്ക് അന്യമായി പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പൊടുന്നനെയാണ് ഇതൊക്കെ അന്യമായി പോകുന്നത്. ഉദാഹരണം, ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെ ഓണം ആഘോഷിക്കാൻ പാടില്ല ഈ മതസ്ഥർ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ രംഗത്ത് വരുന്നു. അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഹിന്ദുവിന്റെ നെഞ്ചത്തിട്ട് കയറാനാണ് വലിയ താല്പര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കണ്ടപ്പോൾ രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദി ഒരു മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ മനുഷ്യൻ ഇന്റർവ്യൂ പറയുന്ന ആൾ പറയുന്നുണ്ട്, എന്താണ് ഈ വർഗീയ ലഹള? ഇവിടെ ഹിന്ദുക്കൾ ഒരുപാട് പേര് വർഗീയ ലഹളയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വർഗീയ ലഹളയായി മാറി അത് എന്ന് പറയാറുള്ളൂ. ആ ഒരു കൺസേൺ അവിടെ മാത്രമേ അവർ കൊടുക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ ഗോദ്രയിലെ തീവയ്പിൽ മരിച്ച ആൾക്കാർ ഒരു വിഷയമേ അല്ല, ചത്തു തൊലയട്ടെ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നിരന്തരം കലാപങ്ങൾ നടക്കുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാടെന്ന് പറയുന്നത്. ഗുജറാത്തിൽ അവസാനമായിട്ട് നടന്ന കലാപമാണ് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത്. അതിനു മുമ്പത്തെ അവിടുത്തെ കലാപത്തെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കണം. അതല്ല നമ്മുടെ വിഷയം. എന്തായാലും ഞാൻ ആദ്യം ഈ ഒരു അക്കാഡമിക് ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാജ്യത്തെ അധികാരത്തിലോ അല്ലെങ്കിൽ വരുന്നതിന്റെ ഒരു വരവറിയിക്കുന്നത് അവിടുത്തെ കൾച്ചറിനെ ആക്രമിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൾച്ചർ നമ്മളെ ഭാരതാംബയെ അവർ ആക്രമിച്ചു. ഭാരതാംബയെ ആക്രമിച്ചപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, എന്താണ് കുഴപ്പം ഭാരതാംബയ്ക്ക്? ഭാരതാംബ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ വരെ ഉണ്ടായിരുന്ന ഒരു അല്ല, ഇതല്ല നമ്മുടെ ഭാരതാംബ. നമ്മുടെ ഭാരതാംബ വേറൊരു ഭാരതാംബയാണ്. അല്ല, മഹാത്മാഗാന്ധി പറഞ്ഞിരുന്ന ഭാരതാംബ ഇതാണ്. മഹാത്മാഗാന്ധി തുറന്ന ഭാരതാംബയുടെ ഇതുണ്ട്, അമ്പലമുണ്ട്, അവിടെയും ഈ ഭാരതാംബയാണ്. ഇപ്പൊ ഈ ഭാരതാംബയ്ക്ക് നിങ്ങൾ എന്താ? അത് RSS ഈ ഭാരതാംബ എടുത്തു, നിങ്ങളും എടുത്തോ, എന്താ പ്രശ്നം? RSS ഈ ഭാരതാംബ എടുത്തെങ്കിൽ ഇതേ ഭാരതാംബയെ മതേതര ഭാരതാംബ ആക്കി നിങ്ങൾ എടുത്തോ. ഇവർക്ക് അടി കിട്ടിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2014 ശേഷം ജനങ്ങൾ ദേശീയതയിലേക്ക് അതിഭീകരമായിട്ട് അങ്ങ് തിരിഞ്ഞുപോയി. അതിഭീകരമായിട്ട് തിരിഞ്ഞുപോയപ്പോൾ അതുവരെ ദേശീയ ചവിട്ടി അരച്ചിരുന്ന ഇവർക്ക് ആ ദേശീയത ഇങ്ങോട്ടേക്ക് ഇവരുടെ കൂടെയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാവി എന്ന് പറയുന്ന ഒരു നിറം ഉണ്ടല്ലോ, ആ കാവി എന്ന് പറയുന്ന നിറം വേണമെങ്കിൽ ഇവർക്ക് ഇവരുടേത് കൂടെ ആക്കി മാറ്റാമായിരുന്നു. പക്ഷേ അത് RSSന്റേതാണ് എന്നിവർ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. പല കാര്യങ്ങളും, ഭാരതാംബ ആയിരുന്നാലും ശരി, ഗുരുപൂർണിമ ആയിരുന്നാലും ശരി, എന്തിനു പറയുന്നു, സവർക്കറെ പോലും ഒരു പക്കാ കമ്മ്യൂണിസ്റ്റുകാരനാക്കി ഇവർക്ക് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ എഴുതി കൊടുക്കുന്നത് പോലെയാണ് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഗുരുപൂർണിമയ്ക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, കൈരളിയാണ് ഇത് ഭയങ്കര കൊണ്ടുപിടിച്ച് ഇതിനെ പ്രചരണം നടത്തിയത്. പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മീഡിയ വൺ ഉണ്ടായിരുന്നു. RSS നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ പാദപൂജ നടത്തി. മീഡിയ വൺ എനിക്ക് തോന്നുന്നു പാദസേവ എന്നാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പാദപൂജ എന്ന് പറയുമ്പം അവിടെയുള്ള അധ്യാപകരെ വിളിച്ചിരുത്തിയിട്ട് അധ്യാപകരുടെ കാല് കഴുകിച്ചു എന്നാണ് ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ആ വാർത്ത പുറത്തുവിട്ടത് ഞാൻ കണ്ടായിരുന്നു. കാസർഗോഡ് പാദപൂജ എന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്തയുടെ താഴെ 3.7K ലൈക്കാണ് ആ വാർത്തയ്ക്ക് ലഭിച്ചത്. 3.9K കമന്റ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആ കമന്റ് ഞാൻ വായിച്ചു നോക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കമുള്ള ആൾക്കാർ പറയുന്നത് എന്താണ് പ്രശ്നം ഇതിൽ? മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഇതിൽ എന്താണ് പ്രശ്നം? അല്ല, ഇതിൽ ഇപ്പം ഇവരൊരു തീ ഇട്ട് കൊടുത്തു ഇതിന്റെ ഇടയിൽ. ഇനി നാളെ ചില മുസ്ലിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, അത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങും. ഇതുവരെ പ്രശ്നമില്ല. പക്ഷെ ഇവർ ഇങ്ങനെ ഒരു ഫയർ ഇട്ട് കൊടുത്തു. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി എന്ന് പറയുന്നുണ്ട്, സ്കൂളുകളിൽ നടത്തുന്ന ഈശ്വര പ്രാർത്ഥന മതേതരമാകണമെന്ന്. ഇതുവരെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും തലയിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ലായിരുന്നു. അതല്ലേ മതേതരത്വം. ഞാൻ പഠിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന സ്കൂളിലാണ്, തിരുവനന്തപുരത്തുള്ള. അവിടുത്തെ നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് സാനന്ദ രൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണൗമി ആചാര്യ തുഞ്ചത്തെഴും ആര്യപാദം എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രയർ എന്ന് പറയുന്നത്. അതൊരു സംസ്കൃത പദമാണ്. ഇനിയിപ്പോ ആ പ്രയർ വേണ്ട, അത് മുസ്ലിം കുട്ടികൾ കേറ്റുചൊല്ലാൻ ബുദ്ധിമുട്ടല്ലേ? ഇടയിൽ അവിടെയുള്ള മുസ്ലിം കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് മതേതരത്വം. നാളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവിടുത്തെ പ്രയർ ചൊല്ലുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ, ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, അവിടെ ഉച്ചയ്ക്ക് കുരിശ് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഇവര് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ
മുസ്ലിങ്ങൾ ജാതിയിലായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത് ഇവർക്ക്. നീ ദളിതനാണ്, മറ്റവൻ നായരാണ്, ഈ നിന്നോട് ഇവന്റെ അച്ഛന്റെ 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 അച്ഛൻ ചെയ്തത് നീ ഓർക്കണം, അതിന് നീ പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് മതത്തിലോട്ട് ഇവർ ആ വിഷം അങ്ങ് വമിപ്പിക്കുകയാണ്. നാളെ ഈ അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, ശരിയാണല്ലോ ഇങ്ങനത്തെ ഒരു വിഷയം, ഇതുവരെ ആ ഒരു തോട്ട് പോലും നമ്മുടെ മനസ്സിലില്ല. ആ വിദ്യാർത്ഥികളിൽ നിന്ന് ഇവർ തുടങ്ങുകയാണ്. ഇതിന്റെ താഴെ വരുന്ന കമന്റ്, അയ്യേ ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇവിടുത്തെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിനെ പൂട്ടിയിടുക, ഓട് പൊളിച്ച് മീൻ വെള്ളം തലയിൽ ഒഴിക്കുക, കയ്യേറ്റം ചെയ്യുക എന്നതൊക്കെയാണ്. അതൊക്കെ SFIക്ക് മാത്രമുള്ള സെറ്റപ്പ് ആണെന്ന് പറയുന്നുണ്ട്. വേറെ ചില ആൾ പറയുന്നുണ്ട് ഗുരുവിന്റെ പാദം കഴുകുന്നത് അത്ര വലിയ അപരാധമല്ല. വേറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും അധ്യാപകരുടെ കസേരയിലെ കാല് വെട്ടിയത്, കുഴിമാടം ഒരുക്കിയത് പോലുള്ള കുറ്റകൃത്യമല്ലല്ലോ അധ്യാപകരുടെ മുമ്പിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്, വിദ്യാർത്ഥികളുടെ മുമ്പിൽ മറ്റേ സെക്ഷൽ പടങ്ങൾ വരച്ചു വയ്ക്കുന്നത്, അത്രയൊന്നുമില്ലല്ലോ. ഗുരുക്കന്മാർക്ക് ശവക്കുഴി ഒരുക്കി പാരമ്പര്യമുള്ളവർക്ക് ഒരിക്കലും ഗുരുക്കന്മാരെ ആദരിക്കുന്നത് സഹിക്കില്ല എന്ന് പറയുന്നു. കാല് കഴുകിയല്ലേ ഉള്ളൂ, വെട്ടിയില്ലല്ലോ എന്ന് വേറൊരാൾ പറയുന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ഗുരുത്വം കുറഞ്ഞു വരികയാണ്, ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊരു നല്ല കാര്യമാണ്, ഇന്തോനേഷ്യ എല്ലാ വർഷവും ഈ കാര്യം ചെയ്യുന്നുണ്ടെന്ന് വേറൊരു കമന്റ് ഉണ്ട്. പാദപൂജയല്ല ഗുരുപൂജ എന്ന് വേണം പറയാൻ എന്ന് വേറൊരാൾ പറയുന്നുണ്ട്. എന്തിനു പറയുന്നു, ഇതിനകത്ത് മുസ്ലിംസ് പോലും, ഷഫി അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പോലും വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് ആദ്യം കണ്ട കമന്റ് ആണ്, മാതാപിതാ ഗുരു ദൈവം എന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഗുരുവിന്റെ കാല് കഴുകുന്നതാണ് ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഞാൻ ബിജുചേട്ടന്റെ പ്രതികരണത്തിലേക്ക് വരാം. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവർ ആവുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഗുരുപൂർണിമ എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. ഈ ഗുരുപൂർണിമ എന്ന് പറയുന്നത് ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളിലെ, അതായത് നമ്മുടെ സംസ്കാരത്തിലെ, ഇന്ത്യൻ കൾച്ചറിലെ, ഭാരതീയ സംസ്കാരത്തിലെ പ്രാചീനമായിട്ടുള്ള ഒരു ആചാരമാണ്. ഇപ്പൊ ആഷാഢ മാസത്തിലെ പൗർണമിയിലാണ് ഈ ഗുരുപൂർണിമ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇതിലെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാദാനത്തിന്റെയും ആത്മബോധത്തിന്റെയും മഹത്വം ചൂണ്ടിക്കാട്ടാനാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ബുദ്ധമതത്തിൽ ഈ ദിവസം ആദ്യ ശിഷ്യന്മാർക്ക് ബുദ്ധം ഉപദേശം നൽകിയതെന്ന് വിശ്വാസമുണ്ട്. ജൈനമതത്തിൽ മഹാവീരൻ തന്റെ ആദ്യ ശിഷ്യനായി ഗൗതമസ്വാമിയെ സ്വീകരിച്ച ദിവസമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഈ കോൺസെപ്റ്റിനെല്ലാം നമുക്ക് തള്ളിവെക്കാം, ഈ കോൺസെപ്റ്റ് ഒന്നും നമുക്ക് എടുക്കണ്ട. എന്തിനാണ് ഗുരുവിന്റെ പാദം കഴുകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് അതിന്റെ പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് അഹങ്കാര നിരോധനം എന്നാണ് പറയുന്നത്. അഹങ്കാര നിരോധനം, കാല് കഴുകൽ ഗുരുവിനോടുള്ള അഹങ്കാരരഹിതമായിട്ടുള്ള നമസ്കാരമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിയായി മാറണമെങ്കിൽ, എനിക്കിപ്പോ ബിജുചേട്ടന്റെ കയ്യിൽ നിന്ന് അറിവ് നേടണമെങ്കിൽ ഞാൻ ബിജുചേട്ടന്റെ മുമ്പിൽ മൈത്രേനെ പോലെ വന്നിരുന്നിട്ട് നിനക്കൊന്നും അറിയില്ല, നീ വെറും മണ്ടനാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ചേട്ടാ എനിക്ക് അറിവ് തരൂ, എന്റെ അഹങ്കാരം ഞാൻ ഇതാ സമർപ്പിക്കുന്നു, ചേട്ടൻ അറിയാവുന്ന അറിവ് എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. ഇവിടെയുള്ള SFI ഗുണ്ടകൾക്ക് ഇത് അവന്മാർക്ക് ഇത് അറിയില്ല. കാരണം അവന്മാർക്ക് ജീവിക്കാനുള്ള വക, പുട്ടടിക്കാനുള്ള വകയൊക്കെ മറ്റ് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഭാരതബന്ദിൽ നമ്മൾ കണ്ടതാണ് അവന്മാരുടെ ഇവിടെയുള്ള ഗുണ്ടായുസമൊക്കെ. അപ്പൊ ആ അറിവ് തരൂ എന്ന് പറഞ്ഞ് ഇവിടെ സാധാരണ വിദ്യാർത്ഥികൾ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം എല്ലാം മാറ്റുന്നത്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എനിക്ക് അറിവ് തരൂ എന്ന് ചോദിക്കുന്നതിന്റെ വലിയൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഞാൻ ആ അറിവ് നേടാൻ തയ്യാറാണ് എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ്. ഗുരുവിനെ ദൈവസമാനനായി കണക്കാക്കൽ, ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവസമാനനായിട്ട് കണക്കാക്കിയിട്ട് ആത്മശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ അറിയോ, ഇതിൽ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പോ ഞാൻ ബിജുചേട്ടനെ ഗുരുവായിട്ട് കാണുമ്പോൾ ഞാൻ ബിജു എന്ന് പറയുന്ന വ്യക്തിയല്ല അവിടെ കാണുന്നത്, താങ്കൾക്ക് ഞാൻ തന്നിരിക്കുന്ന പൊസിഷനാണ് അവിടെ എനിക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് താങ്കളുടെ കാല് കഴുകാം, എനിക്ക് താങ്കളുടെ കാല് തിരുമാം, താങ്കളെ എന്ത് ചെയ്യാം, താങ്കളെ എനിക്ക് പരിചരിക്കാം, അത് എന്റെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമാണ്. ഇനി യുവമാർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പിണറായി വിജയനെ ഞാൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് വിളിക്കുന്നത് വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ ബഹുമാനവും സ്നേഹമൊന്നുമല്ല, അയാൾ ഇരിക്കുന്ന പൊസിഷൻ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ, ആ പൊസിഷനോടുള്ള എന്റെ ബഹുമാനം കൊണ്ടാണ്. നാളെ ഈ വിജയന് തോന്നുകയാണ് ഇത് എനിക്ക് തരുന്ന ബഹുമാനമാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. അപ്പൊ ഒരു ഗുരുവിന്റെ കാല് ഞാൻ കഴുകുമ്പോൾ അവിടെ കാണുന്നത് ബിജു തറയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുരുവോ ആരെയല്ല കാണുന്നത്, അത് എന്റെ ഗുരുവാണ്, അത് അറിവാണ്. ആ ഗുരു എന്ന് പറയുന്ന മനുഷ്യനല്ല, അതൊരു അറിവാണ്, അറിവിനെയാണ് ഞാൻ പൂജിക്കുന്നത് എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഗോമാരി ഇത്രയും വലിയ വിവാദമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം തലയിൽ യവന്മാർ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്, ഇതാ നീ ഹിന്ദുവാണ്, നീ ക്രിസ്ത്യനാണ്, നീ മുസ്ലിമാണ്, ഹിന്ദു പ്രാർത്ഥനയുള്ള സ്കൂളിൽ പോകരുത്, അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നീ എതിർക്കണം, മതേതരത്വമാക്കണം, ഗുരുപൂർണിമ നിനക്ക് പറ്റില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾക്ക് നേരെ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ കുറച്ച് കൺവിൻസിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ഈ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. അവിടെ ക്രിസ്ത്യൻ മതത്തിൽ തന്നെയുള്ള പ്രാർത്ഥനകളായിരുന്നു. അത് ഒരു നേരമല്ല പ്രാർത്ഥന, ചില ദിവസങ്ങൾക്ക് 2-3 തവണ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സെന്റ് ജോർജ് ഡേ അങ്ങനെയൊക്കെയുള്ള ഡേ വരുമ്പോഴും അവിടെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അവിടെ ചില സമയങ്ങളിലൊക്കെ സ്പെഷ്യൽ ഈ ഫുഡുകളും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ ഞാൻ പതിവായി പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് ഒരുപക്ഷെ എൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിനും എൻ്റെ ലൈഫിനും ഒക്കെ അത്, കാരണം നമ്മൾ മറ്റുള്ളവരെ കൂടി അറിയുമ്പോഴാണല്ലോ നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി വിശാലമാകുന്നത്. ഒരുപക്ഷെ എനിക്ക് അത് ഒരുപാട് പ്രചോദനം. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ആ ബേസിക്കലി കാര്യങ്ങൾ ഏകദേശം എനിക്കറിയാം. ഒരു പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നും അവിടുത്തെ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടതെന്നും ഒക്കെ. ഞാനിപ്പോ ഈ ക്രിസ്ത്യൻ പള്ളികളിൽ മാത്രമല്ല, മുസ്ലിം ദേവാലയങ്ങളിലും ഇടയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ദർഗകളിലും മറ്റുമൊക്കെ ഞാൻ അജ്മീറിൽ അങ്ങനെയുള്ള കുറെ ദർഗകളും മറ്റുമൊക്കെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായി എനിക്ക് അവിടെ ഒരു അസ്വാഭാവികതയോ എനിക്കൊരു ഇറിറ്റേഷൻ അവിടെ ഉണ്ടാകാറില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു വിശാലതയാണ്. കാരണം എല്ലായിടത്തും ഒരു ദൈവം തന്നെ ഇരിക്കുന്നു എന്നൊരു ചിന്താഗതിയാണ്. അതൊക്കെ തന്നെ ഒരു ഉപകാരമായി. കാരണം എന്റെ രക്ഷകർത്താക്കള് ആ സ്കൂളിൽ, ക്രിസ്ത്യൻ സ്കൂളിൽ കൂടി ചേർക്കുമ്പോൾ എന്തായാലും അവരുടെ നിയമാവലി വായിച്ച് നോക്കിയിട്ടുണ്ടാകും. അപ്പൊ അതിനകത്ത് ഇതെല്ലാം കൃത്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് സഭ നേരിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പൊ അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടേ ഉള്ളൂ. കാരണം അവിടത്തെ ഈ സൺഡേ സ്കൂളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, ദൈവത്തെ നമുക്ക് ഇഷ്ടമുള്ള മതത്തിലും ഇഷ്ടമുള്ള ദൈവത്തിലും നമുക്ക് വിശ്വസിക്കാം. അവിടെ അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ അതിനെ അറിയുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ ചർച്ചകളിൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു മതത്തിന്റെ ഡിബേറ്റ് വെക്കാത്തത്? കാരണം നമുക്ക് രണ്ടുപേർക്കും മതത്തെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. നമ്മുടെ മതമായ ഹിന്ദു മതത്തെക്കുറിച്ച് പോലും നമുക്ക് കാര്യമായ അറിവില്ല. നമ്മൾ എങ്ങനെ ക്രിസ്ത്യൻ മതത്തെയോ ഇസ്ലാം മതത്തെയോ ബുദ്ധമതത്തെ കുറിച്ച് നമ്മൾ തർക്കിക്കും? അപ്പൊ അതവിടെ മാറ്റി നിർത്താം. കഴിഞ്ഞതായിട്ട് വലിയ കോലാഹലമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ SFI നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ ചാനലില് ഒരു CPM-ന്റെ നേതാവ്, അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, RSS വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാൻ എന്താ അവകാശമുണ്ടെന്ന്. നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. ഈ ഭാരതാംബ വിവാദം നമ്മളൊന്ന് ചർച്ച ചെയ്താണ്. ഇനി നമുക്ക് ഈ സ്കൂളിൽ കാല് കഴുകിയുമായി ബന്ധപ്പെട്ട് RSS വിദ്യാഭ്യാസ വിരോധികളാണെന്നാണ് പറഞ്ഞത്. ശിവപ്രസാദ് എന്ന് പറഞ്ഞ SFIയുടെ പുതിയൊരു കേട്ടുവാണൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം കൂടെ കേൾക്കാനും, പിന്നെ ആട്ടുംകാട്ടം ഏതാണ് തിരിച്ചറിയാൻ മേലാത്ത കുറെ മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അവരെ നിയന്ത്രിക്കേണ്ട കുറെ അറിവുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അവര് പറയും ഈ ഉണക്കമന്ത്രിയാണല്ലോ എന്ന് പറയും. പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രീതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. RSS വിദ്യാഭ്യാസം നമ്മൾ ഇനി ഏത് സ്കൂളാണിത്? ഞാൻ മനസ്സിലാക്കുന്നത് സരസ്വതി വിദ്യാലയം, കാസർഗോട്ടെ സരസ്വതി വിദ്യാലയമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSSന്റെ കീഴിലുള്ള വിദ്യാഭാരതി എന്ന് പറയുന്ന BVN എന്ന് പറയും, ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ കീഴിൽ 27,000 സ്കൂളുകൾ പ്രവർത്തിക്കും. കേരളത്തിൽ 160 സ്കൂളുകൾ ഈ വിദ്യാഭാരതിയുടെ കീഴിൽ, അതായത് സരസ്വതി വിദ്യാലയം, സരസ്വതി വിദ്യാനികേതൻ, ഭാരതീയ വിദ്യാനികേതൻ, അങ്ങനെ പല പേരുകളിൽ ഈ ഓർഗനൈസേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. 27,000 സ്കൂൾ CPM-നുണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇത് രൂപീകരിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴല്ല, BJP രൂപീകരിക്കുന്നതിന് മുമ്പ് 1977 ഈ വിദ്യാഭാരതി നിലവിൽ വരുന്നത്. 77 അന്ന് ജനസംഘം തീർന്നു. 51 തുടങ്ങി 77 ജനസംഘത്തിന്റെ ഢം അതായിട്ട് നിൽക്കുന്ന സമയമാണ് പോയി. 80 BJP രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് വിദ്യാഭാരതി. അതിന്റെ കീഴിലാണ് 27,000 സ്കൂള്, 70 കോളേജുകള്, 5ഓളം മെഡിക്കൽ കോളേജുള്ള സഹകരണം. ഇത്രയുമാണ് RSSന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് അറിയാൻ വേണമെങ്കിൽ ആദ്യം അറിയണം. അതല്ലാതെ നമ്മൾ വെറുതെ അവരുടെ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ഒരു നിയമാവലി ഉണ്ട്. ആ നിയമാവലിയിൽ ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഈ സ്കൂളിന്റെ മറ്റ് സിലബസ് അല്ല, സിലബസ് CBSE ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, മറ്റു സിലബസുകളൊക്കെ സാധാരണ സിലബസ് തന്നെ. ഇത് കൂടാതെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇവർ നൽകുന്നുണ്ട്. അതിൽ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ, ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്, രാമായണം പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരിക്കലും മതത്തെ ഇവർ കൊണ്ടിരുന്നില്ല. പകരം നമ്മുടെ കൾച്ചർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അത് വ്യക്തമായി തന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഈ പല അടക്കമുള്ള ജില്ലകളിലൊക്കെ ഇവരുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. കാരണം നല്ല ടീച്ചിങ് ആണ്. കാരണം ഇതേപോലത്തെ രീതിയിൽ അവർ കുട്ടികളെ അച്ചടക്കമൊക്കെ പഠിപ്പിക്കുന്ന സ്കൂൾ, ഞാൻ അവരെ ഇതായിട്ട് പറയുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഈ രക്ഷകർത്താക്കളുടെ മുമ്പിൽ ഒരു നിയമാവലി കൊടുക്കും. ആ നിയമാവലിയിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം അവര് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണെന്ന് പറയാൻ കാരണം, അവരത് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ മതം മാറിയിട്ടില്ല, ഞാൻ എന്റെ വിശ്വാസങ്ങൾ മാറിയിട്ടില്ല, എന്റെ ആചാരം മാറിയിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഹിന്ദു മതം എന്ന് അവർ പറയാറില്ല, ഹിന്ദു മതത്തിൽ വരണമെന്നും അവർ പറയാറില്ല. ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് ഭഗവത്ഗീത എന്ന് പഠിക്കും. കാരണം ഇത് ഇന്ത്യയുടെ പൗരാണികമായ ഗ്രന്ഥങ്ങളാണ്, പുരാണങ്ങളാണ്. രാമായണവും മഹാഭാരതത്തെ കുറിച്ച് അവരെ പഠിപ്പിക്കുന്നു.
അങ്ങനെ 27 നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്നുകൂടി ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ചോദിക്കണം, എന്താണ് RSSന് ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ എന്താണ് അവർക്ക് നൽകാൻ കഴിയുന്നത് വെച്ചാൽ അവർക്കേ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏത് ഓപ്ഷനുണ്ട്? 27,000 മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല. ഒരു സംഘടനയ്ക്ക് ഏതുണ്ട്? ഇല്ല, പറയാനൊന്നുമില്ല. ഇത് കേരളത്തിൽ മാത്രം 160 സ്കൂളുകളുണ്ട്. ചില ജില്ലകളിലൊക്കെ ഒന്നിലുണ്ട്. അങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അവര് ഏറ്റവും കൂടുതൽ അവരുടെ സ്കൂളിൽ പ്രത്യേകം അവര് കയറുമ്പോൾ തന്നെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട, ഒരു രക്ഷകർത്താവ് ഒപ്പിട്ട് കൊടുക്കേണ്ട ആ ജോയിന്റ് ടൈമിലുള്ള കുട്ടിക്ക് ജോയിന്റ് ടൈമിലുള്ള പ്രത്യേകം പറയുന്നു, അവരുടെ ആഘോഷങ്ങളിൽ ആ ഒരു 1 ഇയർ ഉള്ള ആ ഒരു സ്കൂൾ വർഷത്തെ അവരുടെ ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒന്നാണ് ഗുരു പൂർണിമ എന്ന് പറയുന്നത്. അതായത് ഗുരുവിന്റെ പാദം നമസ്കരിക്കുക, അതിനെ കഴുകുക എന്ന് പറയുമ്പോൾ ഇവിടെ പലർക്കും ഒരു ധാരണയുണ്ട്, സോപ്പും വെള്ളവും എണ്ണയൊക്കെ ഉപയോഗിച്ച് ഇഞ്ചയിട്ടിട്ട് കഴുകുന്ന പണിയാണ്. അതല്ല, അത് വെള്ളം കഴുകുന്നതാണ്. നമ്മൾ ഈ പള്ളിയിലൊക്കെ എനിക്ക് തോന്നുന്ന ഈ ഒരു ഈസ്റ്റർ ടൈമിലൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ളത്. പാദം, അതായത് വലിയ പുരോഹിതൻ, അതായത് അവരുടെ വലിയ ബിഷപ്പോ ഇല്ല മാർപ്പാപ്പ അങ്ങനെയുള്ളവർ താഴെ തട്ടിൽ ചെയ്യുന്നു. ഇത് തന്നെ നമ്മുടെ ഈ ചക്കുളത്ത് എന്ന് പറയുന്ന ദേവീക്ഷേത്രമുണ്ട്, ധനുഷ് കേട്ടിട്ടുണ്ടാവും. ചക്കുളത്ത് ദേവീക്ഷേത്രം, അവിടെ നാരീപൂജ നാരികളുടെ കാല് കഴുകുന്ന നാരീപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് അവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങളിലുമുണ്ട്. അപ്പോ ഇങ്ങനെ ഗുരു, അതായത് മാതാവ് പിതാവ് ഗുരു എന്നുള്ളതാണ് ഭാരതീയ ദർശനം. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഇവിടെ എന്താണ്, ചുംബന സമരം നടത്തി താലി പൊട്ടിച്ചെറിയുക, ഇതൊക്കെ അവരുടെ ആചാരമാകാം. പക്ഷെ ഇതല്ലാതെ ഒരു ആചാരം ഇവിടെ ഉണ്ട്. അത് അതിൻ്റെതായ രീതി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സുംബ ഡാൻസ് കൊണ്ടുവന്നപ്പോൾ ഉള്ള കലാപം വിദ്യാനികേതനിൽ നടത്താൻ പറ്റത്തില്ല. അത് വേറെ, ഇത് വേറെ. കാരണം ഇവിടെ ഇതെല്ലാം ചുംബന സമരം, താലി പൊട്ടിച്ചെറിയുക, മറ്റത് മറിച്ചത്, ഇത് ഇവര് കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ പോലും ഇവന്മാർ ഇത് കേട്ടത്തില്ല. ഈ പുരോഗമനം എന്ന് പറഞ്ഞ യവന്മാര് കാണിക്കുന്ന ഈ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ സെറ്റപ്പിന്റെ ചെരുപ്പ് യവന്മാരുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് അഴിച്ചിട്ടിട്ടേ വീട്ടിനകത്ത് യവന്മാര് കയറത്തുള്ളൂ. ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും സ്വന്തം മകളെ ചുംബന സമരത്തിന് പറഞ്ഞു വിടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബാക്കി സമൂഹത്തിലുള്ള അണികളുടെ മക്കളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചുംബന സമരം നടത്തുകയോ താലി പൊട്ടിച്ചെറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. രാവിലെ ഇവിടെ എഴുന്നേറ്റ് 5 മണിക്ക് നാട്ടുകാരുണരുമ്പോൾ എണീച്ച് യോഗ ചെയ്യുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുള്ള നാടാണിത്. ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതെല്ലാം അറിയാന്നുള്ള കേസാണ്. എന്നിട്ട് അണികളുടെ അടുത്ത് പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ. എന്തിനു പറയുന്നു, ശബരിമലയിൽ പോയ അണികളുടെ അടുത്ത് വിശദീകരണം ചോദിക്കും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് യാതൊരുവിധ മറയില്ലാതെയാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുത് മണിയടിച്ചിറങ്ങി വന്നത്. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കള് തലയിൽ ഇരുമുടിക്കെട്ട് വേണ്ടി സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ച് 18 പടിയും കണ്ണിൽ തൊട്ട് വെച്ചിട്ടാണ് ശബരിമലയിലെ അയ്യപ്പന്റെ മുമ്പിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെയുള്ള പ്രശസ്തരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തകർ പോലും അയ്യപ്പന്റെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിന്ന് തൊഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇവരുടെ സ്റ്റൈല് വേറെയാണ്, ഇവരുടെ ജനങ്ങൾക്കിടയിൽ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റൈൽ. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. ആ തത്വം നശിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. അതായത് ദരിദ്രനെ ഇവർക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ദരിദ്രൻ എന്ന് ഒരു രാജ്യത്ത് ഇല്ലാതാവുന്നു, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് അവതാളത്തിലാവും. അതുകൊണ്ട് ദരിദ്രന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. നമുക്കിനി ഇവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകാം. ഒരുപാട് പേർക്ക് സംശയം വരും, വിദ്യാഭാരതിയുടെ കീഴിൽ സ്കൂള് മാത്രമേ ഉള്ളൂ. അല്ല, കോളേജ് ഉണ്ട്. അതിന് അവർക്ക് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേര് ദീനദയാൽ ശിക്ഷാ സമിതി എന്നാണ്. മറ്റൊന്ന് കേശവ സ്മൃതി സമിതി എന്ന് പറഞ്ഞിട്ടുള്ള, കേശവ സ്മാരക സമിതി എന്ന് പറഞ്ഞ, അങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് RSSന്റെ കീഴിൽ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്നത്. ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ തലം വരെയുള്ള വിദ്യാഭാരതി, അതിന്റെ കീഴിൽ വരുന്നതാണ് വിദ്യാനികേതൻ, ഭാരതി വിദ്യാനികേതൻ, സരസ്വതി വിദ്യാലയം, അങ്ങനെ അനവധി സ്കൂളുകളുണ്ട്. 27,000 എണ്ണമുണ്ട്. അതിന് താഴെ വരുന്നത് അതിന്റെ വേറൊരു സംഘടനയാണ് ഈ പറയുന്ന ദീൻദയാൽ ശിക്ഷാ സമിതി. അവരുടെ കീഴിൽ 70ഓളം കോളേജുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ കോളേജ് ഒന്നുമില്ല. പിന്നെ ഉള്ള ഒന്നാണ് ഈ കേശവ സ്മൃതി സ്മാരക സമിതി എന്ന് പറയുന്നത്. ഈ കേശവ സ്മാരക സമിതിയുടെ അണ്ടറിലല്ല വരുന്നത്, അവരുടെ സഹകരണ സംഘങ്ങളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം. അതുപോലെ തന്നെ വിദ്യാഭാരതിയുടെ കീഴിൽ B.Ed സെന്ററുകളും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എടുത്ത് പറയണം. അങ്ങനെ സമസ്ത മേഖലയിലും ഈ RSSന്റെ സംഘടനാ പ്രവർത്തനമുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ അവര് ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അവര് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം പഠിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി പറഞ്ഞിട്ടാണ് അവിടെ കുട്ടികളെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രവുമല്ല, എല്ലാ കുട്ടികളെയും ഇരുത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് അറബി പഠിക്കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ,
ഹിന്ദി പഠിക്കുന്നവർ ഇവിടെ ഇരിക്കൂ എന്നുള്ളതല്ല. എല്ലാ കുട്ടികളും ഒരുമിച്ചിരുത്തും. അവിടെ ആരെയും നിർബന്ധിക്കുന്നില്ല. അവിടെ അടിയോ പിടിയോ ശിക്ഷയോ ഇല്ല. വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പക്ഷേ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നിച്ച് ഇരിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ്. ഇതെല്ലാം ാണ് അവിടെ ജോയിൻ ചെയ്യിക്കുന്നത്, പഠിക്കുന്നത്. അവിടെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടി, അവിടെ പഠിച്ചതുകൊണ്ട് അവിടെ പഠിക്കുന്ന ഇതര മതസ്ഥലത്തിലുള്ള ഏതെങ്കിലും കുട്ടി മതം മാറിയത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ആദ്യം പറയുന്നവര് കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വീട്ടില് ഈ പറയുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അറിവിലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എങ്ങനെയാണ് അവിടെ സമ്പ്രദായം പോകുന്നതെന്ന്. ഇവരുടെ സ്കൂളുകളിൽ കുട്ടിക്കാലം മുതൽ, അതായത് LKG മുതൽ ഇവർ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നു. ഗുരുവിനെ പൂജിക്കാനാണ് ഇവർ ആദ്യം പഠിപ്പിക്കുന്ന ശ്ലോകം. ഗുരുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ പൂവും പുഷ്പവും കറുകപ്പുല്ലും ഒക്കെ ഇട്ട് പൂജിക്കാനല്ല അവർ പറയുന്നത്. ശ്ലോകം പഠിപ്പിക്കുന്നുണ്ട്. ഗുരുദേവ ഗുരു, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഗുരു ബ്രഹ്മ, ആ ഒരു പ്രാർത്ഥന ഇവർ മഹേശ്വര ഇത് ഇവർ കുട്ടിക്കാലം വരെ പഠിപ്പിക്കുന്നുണ്ട്, LKG മുതലും. അപ്പം ഇവിടെ പഠിക്കുന്ന കുട്ടികളെ എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. എന്റെയൊക്കെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മളൊക്കെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ഈ കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ അവർ തൊട്ട് വന്നിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര എളിമയായിട്ടാണ് അവർ എങ്ങനെയാണ് ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത് ഞാനപ്പോ കരുതുന്നത് അവർ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ ഗുണം എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ അവരിപ്പം മതം മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അവരൊക്കെ നാളെ RSSകാരാകുമെന്നോ ഒന്നും നമുക്ക് യാതൊരു ധാരണയുമില്ല. അവർ പഠിക്കുന്നത് ഒരു വലിയ പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ ആ ഒരു ശിക്ഷണം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം LKG മുതൽ ഈ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അതിനകത്ത് ആദ്യം പറഞ്ഞു, ഇത് നമ്മുടെ സ്കൂളുകളിലും പറയുന്നുണ്ട്, നമ്മളാരും അത് കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ പറയുന്നവനൊന്നും സ്കൂളിൽ പോലും പോയി കാണത്തില്ല. അതിൽ ആദ്യം പഠിപ്പിക്കുന്നത് മാതാവും പിതാവും കഴിഞ്ഞാല് നമ്മുടെ അധ്യാപകനാണ് നമ്മുടെ ദൈവം. അതിനുശേഷം 4ാമതേ ദൈവം വരുന്നുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? അമ്മയാണ് ഏറ്റവും വലിയ ദൈവം. അതിനുശേഷം പിതാവും പിന്നെ ഗുരുവും എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തൊന്നും ആർക്കും എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ 2-3 ദിവസമായിട്ട് നടക്കുന്ന കോലാഹലത്തിൽ ഈ RSSനെ വലിച്ചിടും. BJPക്കാർക്കൊന്നും ഈ സ്കൂളിനെ കുറിച്ച് പോലും വലിയ അറിവുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. 1977 തുടങ്ങിയതാണ്. 27,000 സ്കൂള്. അതൊന്നും ഈ നരേന്ദ്രമോദി കയറിയിട്ടോ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നിട്ട് തുടങ്ങിയ സംഭവമൊന്നും അല്ലത്. കോളെണ്ണം 70 കോളേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങി 10 വർഷം കൊണ്ട് കോളേജ് സ്കൂൾ ഇത്രയും തുടങ്ങാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ 160 സ്കൂളുകള്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ രീതി ഇതാണ്. അവർ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ അവരെ കുട്ടികളെ കൊണ്ട് ഏൽപ്പിക്കുന്ന രക്ഷകർത്താക്കൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരത് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ആ കുട്ടികളെ അവിടെ ചേർക്കുന്നത്. അവർക്ക് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഇത്രയും പേരിവിടെ വന്നേ പറ്റൂ, ഒരു നിർബന്ധവും അവർക്ക് പലയിടത്തുമില്ല. അപ്പോ ഇങ്ങനെ പോകുന്നൊരു സാധനം. അപ്പൊ ഇതിനകത്ത് ഒരു വൃത്തികേട്, ധനുഷ് നേരത്തെ പറഞ്ഞതാ കറക്റ്റ്, ഇതിനകത്ത് ഒരു വൃത്തികേടും കാണിച്ചിട്ടില്ല. ഈ കാല് കഴുകുന്നു എന്ന് പറയുമ്പോഴത്തേനും ബാലാവകാശ കമ്മീഷനൊക്കെ അതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് കഠിനമായ പണിയെടുപ്പിക്കണം. ബക്കറ്റും സോപ്പും ഒക്കെ ആയിട്ട് കുട്ടികൾ ചെല്ലുന്നു. കമ്മീഷൻ ഇടപെടേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു. വിചേട്ടൻ അറിയാമല്ലോ, നവകേരള യാത്ര പോയപ്പോ കുട്ടികളെ പൊരി വെയിലത്ത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 1 മണി വരെ മുഖ്യമന്ത്രി പിണറായി വിജയന് ടാറ്റ കാണിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. കഴിഞ്ഞ ദിവസം ഭാരത ബന്ദ് നടന്നപ്പോ സ്കൂളിൽ കയറി കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള ഉച്ചക്കഞ്ഞി വെക്കുന്ന ഉച്ചക്കഞ്ഞി തട്ടിമറിച്ചിട്ടിട്ട് അവിടെയുള്ള ആ സ്ത്രീയെ കയ്യേറ്റം ചെയ്തു. അതിന് ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. ഇതിലൊന്നിനും ബാലാവകാശ കമ്മീഷന് ഇടപെടാനായിട്ട് നട്ടലില്ല. അപ്പൊ അങ്ങനെയുള്ള ബാലാവകാശ കമ്മീഷൻ ഇതിലൊന്നും അങ്ങനെ ഇടപെടാനായിട്ട് വരണ്ട. ഇത് എന്താ പറയുക, കഴിയില്ല. അതെ അതെ അതെ, ഇടപെടാൻ കഴിയില്ല. കാരണം ആ കുട്ടികൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ഈ ശ്ലോകം എല്ലാ ദിവസവും അവർ ചെയ്യുന്നുണ്ട്. ഈ ശ്ലോകം അവരെ പഠിപ്പിച്ചിട്ടൊക്കെ വിടുകയല്ല ചെയ്യുന്നത്. എല്ലാ ദിവസവും ഈ ശ്ലോകം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് എല്ലാ വർഷവും ഉള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോ ഇവർ കിടന്ന് ബഹളം വെച്ചോണ്ട് ഇവിടുത്തെ 4-5 ചാനലുകൾ വാർത്ത ചെയ്തുകൊണ്ട് നിൽക്കൂ. ഇത് ഇന്ത്യ മുഴുവൻ 27,000 സ്കൂളിലാണ് ഉണ്ടത്. കേരളത്തിലുള്ള 160 സ്കൂളുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് വെറുതെ ഒരു വിവാദം ഉണ്ടാകും. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതാണ്, അത് കറക്റ്റ് കാര്യം. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അവരുടെ മനസ്സിലേക്ക് പുതിയ വിത്തെറിയുകയാണ്. അതായത് ഇത് ആട്ടുംകാട്ടമല്ല, മുന്തിരിങ്ങയാണ്, നിങ്ങൾ നന്നായി കഴിക്കൂ എന്നിട്ട് നിങ്ങൾ ഛർദ്ദിക്കൂ എന്നാണ് ഈ പറയുന്നത്. അത് നന്നായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഭാരതാംബ വിവാദം ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് RSSന് തന്നെയാണ്. ഇത്രയും കാലം RSSന്റെ പരിപാടികൾ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭാരതാംബ എന്താണെന്ന് അറിയത്തുള്ളായിരുന്നു. ഇല്ലെങ്കിൽ വിവേകാനന്ദ നമ്മുടെ അവിടെ പാറയിൽ പോകുമ്പോൾ അവിടെ ഒരു ഭാരതാംബ ക്ഷേത്രമുണ്ട്.
അവിടെ പോകുന്നവർക്ക് അതെ ചിലപ്പോൾ അറിയാൻ പറ്റും ഭാരതാംബ എന്താണ്. ഇപ്പൊ എന്തായി, കേരളത്തിന്റെ മുക്കും മൂലയിലും ഭാരതാംബ എത്തിച്ചു. ഒരു തരത്തിൽ പറഞ്ഞ ഈ BJP-ക്കാർ കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ നന്ദി പ്രകാശിപ്പിക്കേണ്ടവരാണ്. കാരണം അവര് എന്തൊക്കെയാണോ പറയാൻ അവർ ആഗ്രഹിക്കുന്നത് ജനത്തിനോട്, അത് ഒരു ചെലവുമില്ലാതെ വലിയ പബ്ലിസിറ്റിയാണ് CPM അതെ അതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഈ ഗുരുപൂർണിമയും പൂജയും. ഇപ്പൊ ധനുഷ് തന്നെ ഗുരുപൂർണിമയെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയില്ലേ? അതെ നമ്മുടെ ഈ അതെ അതെ പരിപാടി കാണുന്നവരും ഒപ്പം തന്നെ ഒരുപാട് പേരും ഇന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു വാക്ക് ഗുരുപൂർണിമ എന്താണ്. അപ്പൊ ഗുരുപൂർണിമയെ അതെ കുറിച്ച് പഠിച്ചില്ലേ? സത്യത്തിൽ അതെ BJP-ക്കാർ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ BJP-യുടെ ഓഫീസ് അങ്ങോട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട്, സംസ്ഥാന കാര്യാലയം വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇന്ന് ഫോട്ടോ ഉദ്ഘാടനം. ഇവര് കാർലിന്റെ ആരുടെയെങ്കിലും വെക്കണം. കാരണം AKG സെന്റർ ആണ് ഇവരുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. കാരണം ഇതിപ്പോ ഇന്നിപ്പോ അതെ എല്ലാവരും ഗുരുപൂർണിമയെ കുറിച്ച് ഇന്ന് അത് മാത്രവുമല്ല, ഇന്ന് വ്യാസന്റെ ജന്മദിനം കൂടിയാണ്, ഇന്ന് വ്യാസ ജയന്തി കൂടിയാണ്. രണ്ട് കാര്യങ്ങളാണ്. അതെ അതെ ഇപ്പൊ വ്യാസൻ ആരാന്ന് ചോദിക്കും, വ്യാസൻ ആ ആരാന്ന് ചോദിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലെ ചില ചാനലുകൾ വ്യാസന്റെ ജാതി തിരയും. അതെ അതെ മലയാളികളുടെ ജാതി തെരഞ്ഞ് ഗോവയിൽ പോയവന്മാരാണ് ഇവിടെ കിടക്കുന്ന മുഖ്യധാര ചാനലിലെ കൊമ്പന്മാര്. നാണം ഇയാൾ കെട്ട് ഏത് പോയേക്കുവാ. ജാതിയാണെന്ന് നാണം കെട്ടുപോയി. അയാൾ ദളിത് വിഭാഗത്തിൽപ്പെടുന്നതാണ് കേരളത്തിന്റെ ഗവർണർ. പിന്നെ അതെ മിണ്ടാട്ടമില്ല. ഇപ്പൊ വ്യാസന്റെ ജാതി വെപ്പാൻ തുടങ്ങും. ഇപ്പൊ തന്നെ ഇരുന്ന് അടി തുടങ്ങും. ഏത് കാസ്റ്റിൽ പെടുന്നു, സബ് കാസ്റ്റ് ഏതാണ്, സംവരണം ഉണ്ടോ വ്യാസൻ എന്നൊക്കെ ഉള്ളത് തപ്പാൻ തുടങ്ങും. ഇനി അതിൽ വല്ലതും പിടിക്കാൻ അതെ നോക്കുക. അതുകൊണ്ട് അതിനു വേണ്ടി മെനക്കെടണ്ട. വ്യാസനെ പിടിച്ചിട്ട് ഒന്നും കിട്ടത്തില്ല. അദ്ദേഹം മുക്കുവ സമുദായത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അതെ ഇതിലൊക്കെ അതെ വ്യാസമഹാ സജീവമാണ്. അപ്പം അവര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഈ രാജ്യം നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ബോധ്യം വന്നത് എന്നുള്ളതാണ് ഉം. യാഥാർത്ഥ്യം. ഒരു 5 വർഷം പോയി തിരക്കിയിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നു. 77 അതെ മുതൽ അതെ നിങ്ങൾ ഇത് തിരക്കിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. അതെ നിങ്ങളിപ്പോ വാർത്ത ഒന്നും കിട്ടാത്തോണ്ട് പുതിയ വിവാദം ഉണ്ടാക്കാൻ ചെയ്യുന്നേ ഉള്ളൂ. അതെ അതെ അതല്ലാതെ ഇതൊരു പുതുമയുടെ, ഞങ്ങളെ സംബന്ധിച്ചൊരു പുതുമയല്ല. ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ പല സ്കൂളുകളിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഒപ്പം തന്നെ അതെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടുള്ള ഞങ്ങൾക്ക് അറിവുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു വിവാദമല്ല. വിവാദമാക്കിയ കൈ സാധനം. കാരണം ഈ 160 സ്കൂളിൽ ഇക്കാലം അത്രയും പഠിച്ചിറങ്ങിയത് ഒന്നും രണ്ടും പിള്ളേരല്ല, ആയിരക്കണക്കിന് ഉം. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളൊന്നും ഈ വാർത്ത കണ്ട ചിരിക്കത്തേ ഉള്ളൂ. അതല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഈ വാർത്ത ചിലപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷം ഏറ്റെടുത്തേക്കാം. കാരണം ഭാരതാംബ വിഷയത്തിൽ മാറി നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതെടുത്തേക്കാം. രണ്ടാമത്തെ കാര്യം ജമാഅത്ത് ഇസ്ലാമി ചർച്ചയ്ക്ക് എടുത്തേക്കാം, സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ചിലപ്പോൾ SDPI എടുത്തേക്കാം. ഈ 3 വിഭാഗമല്ലാതെ വേറൊരു വിഭാഗം ഈ വാർത്ത ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ചർച്ച ചെയ്യാം. പക്ഷെ നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം RSS എന്ത് റോളാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വരും. ഇന്ത്യയിൽ ഇത്രയും വിദ്യാലയങ്ങളുള്ള വേറൊരു ഒരു 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 ഓർഗനൈസേഷൻ ഇല്ല, ഒരു സംഘടന ഇല്ല. CPM-നുണ്ടോ? അവർക്ക് മുക്കിന് മുക്കിന് അതെ പുല്ല് പാർട്ടി ഓഫീസുണ്ട്, ഹോസ്പിറ്റലുണ്ട്, റിസോർട്ടുകളുണ്ട്, പലതും ഉണ്ട്. സ്കൂളുണ്ടോ? ഇല്ല. ഇനി കോളേജ് ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ സംഘടനയ്ക്കുണ്ട്. 27,000 സ്കൂൾ ഇന്ത്യയിലുണ്ട്, 160 സ്കൂൾ കേരളത്തിലുണ്ട്, 70ഓളം ഉം. കോളേജ് ഉണ്ട്, 5 മെഡിക്കൽ കോളേജ് ഉണ്ട്. ഉം. ഇതാണ് ഇതിന്റെ കണക്ക്. കാരണം എനിക്ക് തോന്നുന്നു പലർക്കും ഇത് സംഘപരിവാറിന്റെ അവർ നോക്കുമ്പോൾ ഇത് BJP-യുടെ ആണെന്നാണ് പെട്ടെന്ന് വരുന്നത്. BJP-ക്ക് ഇതുമായിട്ട് ബന്ധമില്ല. BJP-ക്ക് അങ്ങനെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന അത് പാർട്ടിയാണ്. പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ RSSന്റെ സംഘടനകൾ, ഈ RSS എന്ന് പറയുന്ന ഒരു ഒറ്റ സംഘടന മാത്രമല്ല. എന്റെ അറിവിൽ 144 പരിവാർ സംഘടനകളുണ്ട്. ഞാൻ ഈ അടുത്ത് അറിഞ്ഞ മറ്റൊരു കാര്യം, BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയില് 1000 സംഘടനകളാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. BMS എന്ന് ഉം. പറയുന്ന ഉം. ഒരു സംഘടന, അതെ അതെ അതിൽ അതെ തന്നെ അതെ 6000 സംഘടന അഫിലിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ സംഘപരിവാർ എന്ന് പറയുന്നത് എല്ലായിടത്തും പടർന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ സംഘടനയുണ്ട്, അതെ സാമ്പത്തിക വിദഗ്ധരുടെ സംഘടനയുണ്ട്. എല്ലാത്തിലും അവർക്ക് സംഘടനയുള്ള ഒരു പ്രസ്ഥാനമാണത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഇതെന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു വിഷയം വന്നത് വളരെ നന്നായി. കാരണം ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധം വേണമല്ലോ. എന്താണ് ആ അതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലുണ്ടോ, കേരളത്തിലുണ്ടോ, അവർക്ക് എന്താണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധം എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 77 എന്നൊക്കെ പറയുമ്പോൾ 77 ഇവരിത് തുടങ്ങുമ്പോൾ BJP ജനിച്ചിട്ടില്ല. പിന്നെ BJP-ക്കാർ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവരൊന്ന് അധികാരത്തിലേക്ക് എത്തുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഉം. BJP-ക്കാർക്ക് ഉം. പോലും അറിയാമല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതൊരു അക്കാഡമിക് ചർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതല്ലാതെ അവരുടെ അറിവുകേടിനെ ഞാൻ പരിഹസിക്കുന്നില്ല. കാരണം അവരുടെ അറിവുകേടാണോ അതോ അറിഞ്ഞിട്ടും അവർ ഈ തെറ്റിദ്ധാരണ പരത്തുന്നതാണോ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രസക്തമായ ചോദ്യം. എന്തായാലും ഇത് എങ്ങും ഏക്കാൻ പോകുന്നില്ല, ഒരു പ്രസക്തിയില്ല. ഏതായാലും ഭാരതാംബയ്ക്ക് ഇപ്പുറം ഈ സ്കൂളിന് കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന തരത്തിലേക്ക് ഇത് മാറി. എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും ഈ സ്കൂളിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ ഈ വിവാദങ്ങൾക്കും ചാനലുകൾക്കും കഴിഞ്ഞു. ഒരുപക്ഷെ സാധാരണഗതി ഈ സ്കൂളുകളൊക്കെ വലിയ പരസ്യം കൊടുക്കാറുണ്ട്. സ്കൂൾ ഓപ്പൺ ആകുന്ന ടൈമിൽ, ഇപ്പം കഴിഞ്ഞു ഉം. ജൂണിന്, അപ്പം ഓപ്പൺ ആകുന്ന ടൈമിൽ വലിയ പരസ്യം കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് അതുണ്ട്, ഇതുണ്ട്, ഈ സ്കൂളിൽ വരണം, ബസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നത്. 5 പൈസ ഇല്ലാതെ ഈ വിദ്യാഭാരതിയുടെ കീഴിലുള്ള സ്കൂളുകളെ കുറിച്ച് സമഗ്രമായിട്ട് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും.